ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇപ്പോൾ എണിച്ചോളൂ. നമുക്കേതായാലും ടി വി ഒന്ന് വെച്ച് നോക്കാം, ന്യൂസ് വയ്ക്കാം. ഇന്നാണെങ്കിൽ എന്താ വാർത്ത ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ സിറ്റിയിൽ നടക്കാൻ പോണ് ഒരു ഡ്രാഗ് റേസ്. അപ്പോൾ ഈ റേസിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടും 2 കോടി രൂപ. എല്ലാവരും വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഞാനേതായാലും വാർത്ത വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ച നമ്മുടെ സിറ്റിയിൽ എന്തെന്നോ ഇന്ന് ഡ്രാഗ് റേസ് നടക്കാൻ പോകുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ വണ്ടി എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. വീടിൻ്റെ പുറകിലാണ് വണ്ടി കിടക്കണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് വണ്ടി. ഏതാ ഗൈസ്? സി വണ്ടിയല്ലേ ഗൈസ്? നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ അടിച്ചു മാറ്റിയത് തന്നെയാണ്. അല്ലാതെ പൈസ കൊടുത്ത് ഞാൻ വണ്ടി ഓടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണോ ഗൈസ്? ഈ വണ്ടിയുടെ പേരെനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ നൈസായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കേതായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ആൾക്കാർ ഫുള്ളായോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. അവിടെ എത്ര പേരെ മാക്സിമം റേസിന് പങ്കെടുക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. നമുക്കേതായാലും നോക്കാം. ആ റേസ് നടക്കണം നമ്മുടെ റാമ്പ് ടെസ്റ്റ് ആണ് എൻ്റെ അവിടെ കണ്ടാണെന്നാണ് പറഞ്ഞവർ. എനിക്ക് കറക്റ്റായിട്ട് വഴിയൊന്നും അറിയില്ല. നമുക്കെങ്ങാനും ആരോടെങ്കിലും ചോദിച്ച് പോവാം. ഈ വണ്ടി പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. നല്ല അടിപൊളി വണ്ടിയാണ്. പേര് മാത്രമേ എനിക്ക് അറിയില്ലാത്തുള്ളൂ. എൻ്റെ അമ്മോ, ഇപ്പം ആ ചേട്ടനെ പേടിച്ചിട്ടാണ്. ഓക്കെ, ഞാനാണെങ്കിൽ നമ്മുടെ റേസ് നടക്കുന്ന ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 3 കാറുകളുണ്ട് കേട്ടോ ഗൈസ്. ഒരു ബുഗാട്ടി, ഒരു ലംബോർഗിനി, അപ്പുറത്തേത് റെഡ് കളർ കാറുണ്ട്. അത് കോനിസെഗാണ് കേട്ടോ ഗൈസ്. കോനിസെഗാണത്. ഇവിടെ ആരും കാണാനല്ലോ ഗൈസ്. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടനാണ് ഈ റേസ് നടത്തണേ? അതെ ഞാൻ തന്നെയാണ്. ചേട്ടാ, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിനിപ്പോൾ എന്താ, നമുക്ക് പേരും സംഭവങ്ങളൊക്കെ എഴുതാണ്ട്. അപ്പോൾ നമുക്ക് പോയി കുറച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, ശരി ചേട്ടാ. ഇവരൊക്കെ ഇപ്പോൾ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണോ? അതെ ഇവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ഓക്കെ, ഞാനാണെങ്കിൽ ഇവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ ഗൈസ്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഞാൻ തന്നെയാണ് ഇവിടെ ആദ്യം വണ്ടി എടുത്തേക്കണേ. അവന്മാരൊന്നും പുറകെ എത്തണുള്ളൂ. നമ്മുടെ വണ്ടി ചുമ്മാ പവറുള്ള വണ്ടിയാണ്. അവന്മാരൊക്കെ സുഖമായിട്ട് തോൽപ്പിക്കാം നമുക്ക് എന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ്, ഈ ട്രാക്ക് കുറച്ച് സ്ലിപ്പറിയാണ് കേട്ടോ. നന്നായിട്ട് ഡ്രിഫ്റ്റൊക്കെ ആവുന്നുണ്ട്. ഇവിടെ പിന്നെ കാടൊക്കെ ആണ് കേട്ടോ ഗൈസ്. നമുക്കേതായാലും ഇനി അവന്മാരൊക്കെ പുറകെ വണ്ടി നോക്കട്ടെ. ഞാനാണിപ്പോൾ സെക്കൻഡ് നിൽക്കണേ. ഞാൻ തേർഡിലാണ് നിൽക്കണേ. എൻ്റെ വണ്ടിയാണെങ്കിൽ സ്പീഡിലങ്ങ് പോകണില്ല. എൻ്റെ വണ്ടിക്ക് എന്തോ ഡാമേജ് ആണെന്നാണ്. അയ്യോ എൻ്റെ വണ്ടി പിടിച്ചേ. എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റി, സ്റ്റാർട്ടാവുന്ന ആവണല്ലോ. ഞാനാണ് ഇവിടെ തേർഡ്. ആ കോൺസുകാരൻ്റെ വണ്ടി അവിടെ കത്തിപ്പോയിട്ടോ. ഞാനേതായാലും തേർഡിലാണ്. ആ കോൺസെഗന് ഏതായാലും തോറ്റുണ്ട്. എൻ്റെ വണ്ടി ഇതേ പോണേ. ഈ റോഡ് കുറച്ച് ടഫായിട്ടാണ് ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. വണ്ടി അങ്ങോട്ട് മറ്റേക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. സാധാ റോഡ് പോലെ വണ്ടി തെന്നിയങ്ങ് പോണു. എൻ്റെ വണ്ടി ഇടിച്ചല്ലോ. എൻ്റെ വണ്ടിയുടെ ബമ്പറൊക്കെ ഊരി പോണു. അവന്മാർ 2 പേരും ഔട്ടായ. ഞാൻ മാത്രമേ ഉള്ളൂ. അവനെ വേഗം തോൽപ്പിക്കട്ടെ ഞാൻ. അവനെന്തായാലും എൻ്റെ ബുഗാട്ടി വെച്ച് സുഖമായിട്ട് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഒരു വളവുണ്ട്. അമ്മേ. എൻ്റെ വണ്ടി മറിഞ്ഞു പോയല്ലോ. ആ ലംബോർഗിനിക്കാരനാണെങ്കിൽ ഇവിടെ ഓവർടേക്ക് ചെയ്ത് തന്നെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ കോൺസെഗും ബുഗാട്ടി അവിടെ ഔട്ടായി പോയി. ലംബോർഗിനിക്കാരനെ ഇപ്പോഴും എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ ഗൈസ്. ആദ്യം ലംബോർഗിനിക്കാരൻ്റെ വണ്ടി അവിടെ ഇടിച്ചു. ഗൈസ്, ഞാൻ തന്നെ ജയിച്ചിട്ടുണ്ട് ഇവിടെ. ഏതായാലും കൊള്ളാം. നമ്മുടെ വണ്ടി പിന്നെ പുലിക്കുട്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇനി ആ ലംബോർഗിനിക്കാരൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ പ്രൈസായ 2 കോടി രൂപ കിട്ടുകയുള്ളൂ. ഓക്കെ ഗൈസ്, ലംബോർഗിനിയും അതിൻ്റെ ഡ്രൈവറും ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, റേസ് എങ്ങനെ ഉണ്ടായിരുന്നു? റേസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി. എൻ്റെ വണ്ടിയാണെങ്കിൽ ഡാമേജ് ആയിട്ട് ഇങ്ങോട്ടിരിക്കുമായിരുന്നു. എൻ്റെ വണ്ടി മര്യാദയ്ക്കൊന്നും ടയറൊക്കെ ഗ്രിപ്പില്ലാത്ത കാരണം വണ്ടി ഇനി അങ്ങനെയൊക്കെ പറഞ്ഞോ. തോറ്റ് കഴിഞ്ഞിട്ട് ഇനി അങ്ങനെയൊക്കെ പറയാമല്ലോ.
അപ്പോൾ ഗൈസ് നമ്മുടെ പ്രൈസ് ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. ചേട്ടാ എൻ്റെ 2 കോടി രൂപയുടെ ഇപ്പോൾ എൻ്റെ 2 കോടി രൂപ ഞാൻ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരാം. നീ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുക, ഇപ്പോൾ വന്നു കാണും. ശരി ചേട്ടാ, ഗൂഗിൾ പേ ഉണ്ട്. അയ്യോ ചേട്ടാ, എനിക്കൊന്നുമില്ല. അപ്പോൾ തനിക്ക് ഒരു 50,000 രൂപ തരാം പോരെ? 50,000? 50,000 50,000 അതെങ്കിലും കിട്ടിയല്ലോ. ശരി ചേട്ടാ, എന്നാൽ ഞാൻ പോണേണ്. യെസ്, നമ്മുടെ ഈ വണ്ടി ഉള്ളവരാണ് നമ്മൾ റേസ് ചെയ്യിച്ചേ. നമുക്കേതെങ്കിലും വണ്ടി എടുത്തോണ്ട് പോവാം. യെസ്, ഇനി നമുക്കൊന്നും നോക്കണ്ട, ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ ആണെങ്കിൽ റേസും ജയിച്ചു, കാശും കിട്ടി. എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ കാശൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സുഖമായി. ഇനിയൊരു 1 വർഷത്തേക്കുള്ള പൈസ ഉണ്ട്. ഇത് 1 വർഷമല്ല ഗൈസ്, 2 വർഷത്തേക്കുള്ള ഉണ്ട്. ഓക്കെ ഗൈസ്, ഞാനേതായാലും ഇവിടെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി നേരെ വീട്ടിലോട്ട് വരാം. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയാനെ. ഗൈസ്, വണ്ടി ചെറുതായിട്ട് തട്ടി. ഇനി കുഴപ്പമില്ല, ഇനി നമുക്ക് തട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. നമ്മളെ റേസ് ചെയ്താലും കഴിഞ്ഞല്ലോ. ഈ വണ്ടി എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഈ വണ്ടി നമുക്ക് മറിച്ച് വെക്കണോ അതോ നമുക്ക് തന്നെ വീട്ടിൽ വെച്ചാലോ? ഗൈസ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. പിന്നെ ഗൈസ്, ഞാൻ പുതിയതായിട്ടൊരു വണ്ടിയൊക്കെ എടുത്തായിരുന്നു. ഇതാണ് ഗൈസ് പുതിയ വണ്ടി, ലാൻഡ് ക്രൂയിസർ. ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ. എൻ്റെ ഡിഫൻഡർ ഞാൻ കൊടുത്തു. ഞാനങ്ങനെ എപ്പോഴും ഏതെങ്കിലുമൊക്കെ വണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരേ വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് നടക്കുക ഒരു സുഖമില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനേതായാലും നമ്മുടെ ഈ ലാൻഡ് ക്രൂയിസർ എടുത്തൊന്ന് കറങ്ങാൻ പോട്ടെ. നമുക്കിനി അടുത്തോടെ കാണാം.